യൂറോയിൽ മരണഗ്രൂപ്പിലുള്ള ഇറ്റലിയും സ്പെയിനും ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അസൂരിപ്പടയെ തോൽപ്പിച്ചിരിക്കുകയാണ് സ്പെയിൻ. ഈ കളി കണ്ടവർക്കെല്ലാം അറിയാം, ഒരു 3-4 ഗോളിനെങ്കിലും സ്പെയിൻ ഇറ്റലിയെ തോൽപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇറ്റലി ഡിഫൻഡറിന്റെ അബദ്ധത്തിൽ വന്നൊരു ഓൺ ഗോൾ ഇല്ലായിരുന്നുവെങ്കിൽ സ്പെയിനിന് മത്സരശേഷം ഉറക്കങ്ങളില്ലാത്ത രാത്രി സമ്മാനിച്ചേനെയും. അത്രയ്ക്ക് അവസരങ്ങളാണ് സ്പെയിനിന് ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ അതിൽ മിക്കതും ഇറ്റലി ഗോൾ കീപ്പർ ഡൊണാരുമയുടെ പ്രതിരോധ കോട്ടയിൽ തട്ടിമടങ്ങുകയായിരുന്നു. മത്സരം തുടങ്ങിയപ്പോൾ മുതൽ സ്പെയിനിന്റെ മുന്നേറ്റമായിരുന്നു. മൊറാട്ടയുടെയും റൂയിസിന്റെ ഷോട്ടുകൾ ലക്ഷ്യത്തിലെത്താതെ പോയപ്പോൾ ആദ്യ പകുതി സമനിലയിൽ പിരിയേണ്ടി വന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പെഡ്രിക്ക് കിട്ടിയ ഒരവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തി. 54-ാം മിനിറ്റിൽ ലെഫ്റ്റ് വിങ്ങിലൂടെയുള്ള സ്പെയിനിന്റെ മുന്നേറ്റം ക്രോസ് ചെയ്ത ബോൾ നേരെ വന്നത് മൊറാട്ടയുടെ തലയിലേക്ക്. അദ്ദേഹം ആ തല ഉപയോഗിച്ച് പുറകിലോട്ട് പാസ് കൊടുത്തു. ആ പാസ് അപകടമാണെന്ന് മുൻകൂട്ടി കണ്ട ഇറ്റലി ഗോൾ കീപ്പർ അതിനെ തട്ടി അകറ്റി. പക്ഷേ ആ ബോൾ നേരെ ചെല്ലുന്നത് കാലഫിയോറിയുടെ കാലുകളിലേക്കാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, കാരണം അത്ര വേഗത്തിലാണ് ആ ബോൾ വന്നത്. ഒടുവിൽ അദ്ദേഹത്തിന് കാലിൽ തട്ടി ഓൺ ഗോൾ ആയപ്പോൾ സ്പെയിൻ 1-0 മുന്നിൽ. എന്താണ് സംഭവിച്ചെന്നറിയാതെ അദ്ദേഹം ഗ്രൗണ്ടിൽ നിരാശ കൊണ്ട് കിടന്നു. ഇന്നലെ എടുത്തു പറയേണ്ടത് സ്പെയിനിന്റെ ഇടത് വിങ്ങിൽ കളിക്കുന്ന നിക്കോ വില്യംസിനെ പറ്റിയാണ്. എത്ര അവസരങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. ആ ഓൺ ഗോളിലേക്കുള്ള ക്രോസ് കൊടുത്തതും സാക്ഷാൽ നിക്കോ വില്യംസ് തന്നെയാണ്. ഒടുവിൽ 70-ാം മിനിറ്റിൽ ഇടത് വിങ്ങിലൂടെ ബോൾ എടുത്തുകൊണ്ട് കുതിച്ചു പോകുന്ന വില്യംസ് ഒടുവിൽ പെനാൽറ്റി ബോക്സിനടുത്തെത്തിയപ്പോൾ ഒരു ഡിഫൻഡറെ മറികടന്ന് വലതുകാലുകൊണ്ട് വലത്തെ പോസ്റ്റിന്റെ മൂലയിലേക്ക് ഒരു കർവിംഗ് ഷോട്ട്. അത് ഗോളാകാതെ രക്ഷപ്പെട്ടത് തലനാരി ഇടയ്ക്ക് മാത്രം. ഇറ്റലിയിലോട്ട് വന്നാൽ ഡൊണറുമ എന്ന ഗോൾ കീപ്പർ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലെ സ്പെയിൻ ഗോളുകൾ കൊണ്ട് അവരുടെ വല നിറച്ചേനെയും. 92-ാം മിനിറ്റിൽ അയോസ് പെരസിന്റെ ഒറ്റയാൾ മുന്നേറ്റം. അദ്ദേഹം പോസ്റ്റിലേക്ക് ബോൾ ഫിനിഷ് ചെയ്യാൻ നോക്കിയെങ്കിലും ഡൊണറുമ എന്ന വൻമരം അത് വീണ്ടും തട്ടിയകറ്റി. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിനിന് വിജയം. വിജയത്തോടെ സ്പെയിൻ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി.